ഇന്ന് നമുക്ക് 2024 റിലീസായ ഹര എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കോളേജ് വിദ്യാർത്ഥിനികൾ ഗർഭിണികളാകുന്നു. പക്ഷേ അവർക്ക് മറ്റൊന്നും സംഭവിച്ചിട്ടേയില്ല. അതിനു പിന്നിൽ എന്തായിരിക്കാം കാരണം? നായകന്റെ മകൾ ഗർഭിണിയായി ആത്മഹത്യ ചെയ്യുന്നു. പക്ഷേ അവൾക്ക് മറ്റൊന്നും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ? എന്തായിരിക്കാം അവൾ മരിക്കാനുള്ള കാരണമെന്ന് നായകൻ അന്വേഷിക്കുവാനായി തുടങ്ങി. ഒടുവിൽ ചുരുളഴിയുന്നത് വലിയ വലിയ സത്യങ്ങൾ. അതറിയുവാനായിട്ട് എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ ദാവൂദിനെയാണ്. കോയമ്പത്തൂരാണ് കഥ നടക്കുന്നത്. ദാവൂദ് തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുവാനായി ഇറങ്ങുകയാണ്. ഭാര്യയാണ് അവനെ യാത്ര അയക്കുന്നത്. ഭാര്യയുടെ പേരാണ് നില. ദാവൂദ് ആണെങ്കിൽ പോകുവാൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഭിത്തിയിൽ തൂക്കിയിരുന്ന ഫോട്ടോയിലേക്ക് നോക്കും. അതവരുടെ ഒരേ ഒരു മകളുടെ ഫോട്ടോയായിരുന്നു. ആ പെൺകുട്ടി മരണപ്പെട്ടു. അതിനുശേഷം സങ്കടത്തോടെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ദാവൂദ് പോകുന്നത് എവിടേക്കെന്നാൽ, ദാവൂദിന്റെ മകൾ മരണപ്പെട്ടല്ലോ, അതിന്റെ കാരണം അന്വേഷിച്ചിറങ്ങുകയാണ്. പോകുന്ന വഴിയിൽ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, സാറേ, സാറ് പറഞ്ഞ ആ കാര്യമില്ലേ, അത് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് അവിടെ പോയി വാങ്ങുവാനായി പറഞ്ഞു. അങ്ങനെ ദാവൂദ് അവിടെ പോകുന്നതിന് മുൻപ് ആദ്യം തന്നെ പോയത് തന്റെ മകൾ പഠിച്ചിരുന്ന കോളേജിലേക്കായിരുന്നു. അവിടെ പോയി സാറിനോട് അവളെ പറ്റിയൊക്കെ അന്വേഷിക്കും. സാറ് പറയുന്നത് അവള് നല്ല കുട്ടിയായിരുന്നു, പഠിക്കുവാനും മിടുക്കിയായിരുന്നു. പക്ഷേ ഒരു പയ്യൻ അവളുടെ പിറകെ നടക്കുന്നുണ്ട്. മരണകാരണം അന്വേഷിക്കുന്ന സമയത്ത് ആ പയ്യനെ കൂടി ചെന്ന് കാണുന്നത് നന്നായിരിക്കുമെന്നും സാറ് പറഞ്ഞു. അങ്ങനെ ദാവൂദ് കോളേജിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് തന്റെ മകളുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെ പറ്റിയൊക്കെ ഓർത്തുകൊണ്ടാണ് പോകുന്നത്. മകളെന്ന് വെച്ചാൽ ദാവൂദിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ കുട്ടിക്ക് ഒരു ചെറിയൊരു അസുഖം വന്നാൽ പോലും ദാവൂദിന് താങ്ങാനായി പറ്റത്തില്ല. അത്രയ്ക്ക് തന്റെ മകളെ ഒരുപാട് ദാവൂദ് സ്നേഹിച്ചിരുന്നു. അങ്ങനെയുള്ള മകളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്, അതും ആത്മഹത്യ ചെയ്തത്. അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷമായി ജീവിച്ചു കൊണ്ടിരുന്ന മകൾ എങ്ങനെയായിരിക്കാം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക? അതിനു പിന്നിൽ ഒരു കാരണം കാണുമല്ലോ, അത് കണ്ടെത്തിയേ തീരൂ എന്ന വാശിയിലാണ് ദാവൂദ്. ദാവൂദ് അവിടെ നിന്നും നേരെ പോയത് ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം ഹോസ്പിറ്റലിൽ നിന്നും നേരെ പോകുന്നത്, നേരത്തെ ഒരാൾ വന്ന് പറഞ്ഞില്ലേ, സാർ പറഞ്ഞൊരു കാര്യം റെഡി ആയിട്ടുണ്ട്, അവിടെ പോയി വാങ്ങണമെന്ന്, ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതെന്തെന്നാൽ ഒരു തോക്ക് വാങ്ങുവാനായിട്ടാണ് പോയത്. എല്ലാ കാര്യങ്ങളും മുൻപേ ദാവൂദ് പറഞ്ഞ് റെഡിയാക്കിയിരുന്നു. പൈസയും കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ തോക്കും വാങ്ങി തിരികെ വരികയാണ് ദാവൂദ്. വരുന്ന വഴിയിൽ ബസ്സിൽ വെച്ച് ദാവൂദ് ഒരു കാഴ്ച കാണും. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെയൊക്കെ കുറച്ച് പയ്യന്മാർ ശല്യം ചെയ്യുന്നത്. ദാവൂദിനടുത്ത് ഒരു വയസ്സായ ഒരാൾ ഇരിപ്പുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അയാൾ പറയുന്നത്, ഇവന്മാർ എന്തായി കാണിക്കുന്നത്? കൊച്ചു പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നു. എന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവന്മാരെ വെടിവെച്ച് കൊല്ലും എന്ന് പറയുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ദാവൂദാണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അയാൾക്ക് നേരെ നീട്ടും. അയാൾ അത് കണ്ടത് പേടിച്ചെഴുന്നേൽക്കും. നിങ്ങളല്ലേ പറഞ്ഞത് തോക്കുണ്ടായിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്ന്? ദാ തോക്ക് വെടിവെക്കുവാനായും പറഞ്ഞു. പക്ഷേ അയാൾക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. വെറുതെ ഡയലോഗ് അടിച്ചത് അത് തന്നെയാ. ദാവൂദ് പറയുന്നത്, അതിനുള്ള ധൈര്യമില്ലല്ലേ, ദേ എങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ദാവൂദ് ആ തോക്കെടുത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് 2 പയ്യന്മാരെ വെടിവെച്ചങ്ങ് കൊന്നു. എന്നിട്ട് ബസ് നിർത്തിച്ചിട്ട് ആ ബസ്സിൽ നിന്നിറങ്ങി പോവുകയും ചെയ്തു. വിവരമറിഞ്ഞ പോലീസ് സംഭവ സ്ഥലത്തേക്കും എത്തി. എല്ലാവരോടും ആ ഒരു പാസഞ്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പക്ഷെ ആർക്കും ദാവൂദിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ലല്ലോ. എല്ലാവരോടും ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുമുണ്ട്. മാത്രവുമല്ല, ബസ്സിൽ വെച്ച് നടന്ന ആ ഒരു വെടിവെപ്പ് ന്യൂസിലൊക്കെ വ്യാപിച്ചു. തമിഴ്നാട് മുഴുവൻ ഇപ്പോൾ ആ ഒരു ന്യൂസ് വൈറലായി. എന്തായിരിക്കാം ദാവൂദ് ഇങ്ങനെയൊന്ന് പെരുമാറുവാനായിട്ടുള്ള കാരണം? ആ ഒരു മാനസികാവസ്ഥയ്ക്ക് പിന്നിൽ മറ്റൊരു കഥയുണ്ട്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് ദാവൂദിന്റെ ജീവിതകഥ നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. വളരെ സാധാരണക്കാരായിരുന്നു ദാവൂദും നിലയും. ഇവർക്ക് ഒരു പെൺകുട്ടിയാണ് ജനിച്ചതും. ആ ഒരു പെൺകുഞ്ഞിനെ അവർ ഓമനിച്ച് വളർത്തി. വളർന്നു വലുതായ മകൾ സിറ്റിയിലുള്ള കോളേജിൽ പഠിക്കുവാനായി പോവുകയാണ്. അവിടുത്തെ ഹോസ്റ്റലിൽ നിന്നാണ് മകൾ പഠിക്കുന്നതും. സന്തോഷത്തോടുകൂടി ജീവിതം അവരുടെ മുന്നോട്ട് പോവുകയായിരുന്നു. ദാവൂദിന് തന്റെ മകളെന്ന് വെച്ചാൽ ജീവനാണ്. ആ കുട്ടിക്ക് ചെറിയൊരു തലവേദന വന്നാൽ പോലും ദാവൂദിനത് താങ്ങാനായി പറ്റില്ല. അങ്ങനെയുള്ള അച്ഛനെ ഒരിക്കൽ മകൾ ഹോസ്റ്റലിൽ നിന്നും കോള് ചെയ്യും. അച്ഛാ, എനിക്കിത് ജീവിക്കാൻ വയ്യച്ചാ, എനിക്ക് ജീവിതം മടുത്തു. ഞാൻ പ്രഗ്നന്റ് ആണ്. പക്ഷേ ഞാൻ എങ്ങനെയാണ് പ്രഗ്നന്റ് ആയതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇനി എനിക്ക് താല്പര്യമില്ല. ഞാൻ മരിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് മകൾ കോള് കട്ട് ചെയ്തതും. അടുത്ത ദിവസം ട്രെയിൻ ചാടി മരിച്ച നിലയിലാണ് മകളെ കണ്ടെത്തിയതും. അത് ദാവൂദിനും നിലയ്ക്കും താങ്ങാനായി പറ്റിയില്ല. മകളുടെ മരണശേഷം 2 പേരും ആത്മഹത്യ ചെയ്താലോ എന്ന് കരുതിയതാണ്. കാരണം ഇനി അവർ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? അവരുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടമായില്ലേ? പക്ഷേ അവർക്കങ്ങനെ മരിക്കാൻ മനസ്സ് വന്നില്ല. കാരണം എന്തെന്നാൽ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് യഥാർത്ഥത്തിൽ ദാവൂദിന് നിലയ്ക്കും അറിയണമായിരുന്നു. അത് കണ്ടുപിടിക്കാൻ
പിടിപ്പിക്കുവാനായിട്ടാണ് ദാവൂദ് ഇറങ്ങിയിരിക്കുന്നതും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദാവൂദ് തോക്ക് വാങ്ങിയതും ബസ്സിൽ വെച്ച് ആ പയ്യന്മാർ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത് കണ്ട് ദാവൂദിന് ദേഷ്യം വന്നതും. ആ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കണ്ടപ്പോൾ ദാവൂദിന് തന്റെ മകളെയാണ് ഓർമ്മ വന്നതും. അങ്ങനെയാണ് ദാവൂദ് തോക്കെടുത്ത് ആ 2 പയ്യന്മാരെയും വെടിവെച്ച് കൊന്നുകളഞ്ഞതും. എങ്ങനെയും മകളുടെ മരണകാരണം കണ്ടെത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിലയും ദാവൂദും ജീവിക്കുന്നത് തന്നെ. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിച്ച് പ്രസന്റ് ആണ് കാണിക്കുന്നത്. പോലീസ് ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യും. മാത്രമല്ല ദാവൂദിനടുത്തിരുന്ന ആ ഒരു മുത്തശ്ശനുണ്ടല്ലോ, അയാളെയും കൊണ്ടുപോയിട്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. എന്നിട്ട് അയാളെ കൊണ്ട് ദാവൂദിന്റെ രേഖാചിത്രം ഒക്കെ വരയ്ക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും കാര്യം നടക്കുമ്പോഴും ദാവൂദ് നേരെ പോയത് ദാവൂദിന്റെ മകളുടെ ബെസ്റ്റ് ഫ്രണ്ടായ അനിതയെ കാണുവാനായിട്ടാണ്. അനിതയുടെ വീട്ടിലെത്തിയിട്ട് എന്റെ മകൾ മരണപ്പെട്ടതിന്റെ കാരണം എനിക്കറിയണം, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണമെന്ന് പറയുമ്പോഴും ആ പെൺകുട്ടി ഒന്നും വിട്ടു പറയില്ല, എനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു അവൾ പറഞ്ഞതും. എന്തൊക്കെയോ അവൾ മറയ്ക്കുന്നു എന്ന കാര്യം ദാവൂദിന് മനസ്സിലായി. എന്നാൽ ദാവൂദ് എന്താണ് ചെയ്യുന്നത്? തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അവളെ ഭീഷണിപ്പെടുത്തും. തോക്ക് കണ്ടതും അവൾ പേടിക്കും. അതേസമയം തന്നെ ദാവൂദ് പറയും, കോളേജിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന സമയത്ത് ദർശൻ എന്നൊരു പയ്യനെ പറ്റി പറഞ്ഞു. എന്റെ മകളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ആ ദർശനെ പറ്റി എനിക്കറിയണമെന്ന് പറയുന്ന സമയത്ത് അനിത വേറൊരു വഴിയുമില്ലാതെ ദർശനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുവാനായി തീരുമാനിച്ചു. അങ്ങനെ അനിതയും കൊണ്ട് ദാവൂദ് അവിടേക്ക് പോകും. അനിത ദാവൂദിനെയും കൂട്ടി ദർശന്റെ അടുത്തേക്ക് പോയിട്ട് ദേ ഇതാണ് ദർശൻ എന്ന് പറഞ്ഞ് അവനെ കാട്ടിക്കൊടുക്കും. അങ്ങനെ ദാവൂദ് ദർശനെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവനെ ചോദ്യം ചെയ്യുകയാണ്. ദർശൻ അപ്പോൾ അവനറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയും. എന്തെന്നാൽ ദർശന് ദാവൂദിന്റെ മകളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട് തവണ ആ കുട്ടിയോട് അവൻ ഇഷ്ടമാണെന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അവന്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് അവൾ തയ്യാറായിരുന്നില്ല. നീ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് വരെ അവൻ പറഞ്ഞു നോക്കി. പക്ഷെ എന്നിട്ടും അവൾ എന്ത് ചെയ്യാനാ, അവനെ അക്സെപ്റ്റ് ചെയ്തതേയില്ല. അവൾ അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയായിരുന്നു. അക്കാര്യം ദർശൻ അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. ഡാ നീ ഒരു കാര്യം ചെയ്, അവളെ ഏതെങ്കിലും മരുന്ന് കൊടുത്ത് മയക്കിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവളെ അങ്ങ് റേപ്പ് ചെയ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവൾ നിന്റെ പിന്നാലെ വരും, പിന്നെ നിനക്ക് അവളെ നഷ്ടപ്പെടില്ല എന്നൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ദർശനാണെങ്കിൽ അത് കേട്ടിട്ട് നല്ല ഐഡിയ ആണല്ലോ എന്ന് തോന്നി അവൻ പറഞ്ഞതുപോലെ ചെയ്യുവാനായും തീരുമാനിച്ചു. ഒരു മരുന്ന് കൊടുത്ത് അവളെ മയക്കി. എന്നിട്ട് ആളൊഴിഞ്ഞൊരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ദർശൻ അവളെ റേപ്പ് ചെയ്യുവാനുള്ള മനസ്സൊന്നുമില്ലായിരുന്നു. അവന്റെ മനസ്സതിന് സമ്മതിച്ചില്ല. കാര്യം അവൻ സിൻസിയർ ആയിട്ടാണ് അവളെ പ്രണയിച്ചതും. ഉടനെ തന്നെ ദർശൻ അവളുടെ കൂട്ടുകാരിയായ അനിതയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് ആ പെൺകുട്ടിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തതും. ഞാനല്ല നിങ്ങളുടെ മകളുടെ പ്രഗ്നൻസിക്ക് ഉത്തരവാദി, ഞാൻ അന്ന് അവളെ ഒന്നും ചെയ്തില്ല, ഞാൻ അവളെ അനിതയ്ക്കൊപ്പം പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നീട് ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ അവളെ ശല്യം ചെയ്യാനേ പോയിട്ടില്ല, അവളുടെ കൺമുന്നിൽ പോലും ഞാൻ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞ് ദർശൻ കരയുകയാണ് ചെയ്തതും. ദാവൂദിന്റെ മകൾക്ക് അത്തരമൊരു കാര്യം സംഭവിച്ചത് ദർശൻ കാരണമല്ല എന്നത് ദാവൂദിന് മനസ്സിലായി. എന്തായിരിക്കും തന്റെ മകൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക, അവൾക്ക് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ് എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചു നിൽക്കുന്ന ദാവൂദിനോട് അനിത ഒരു കാര്യം പറയും. യഥാർത്ഥത്തിൽ ദർശനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ ഒരുപാട് തവണ പ്രപ്പോസ് ചെയ്യുന്ന സമയത്തും അവൾ റിജക്ട് ചെയ്തതിന് കാരണം ആ പയ്യൻ അവളോടുള്ള ഇഷ്ടം സിൻസിയർ ആണോ, അവളെ ഏതെങ്കിലും സാഹചര്യത്തിൽ കളഞ്ഞിട്ട് പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം അറിയുവാൻ വേണ്ടിയിട്ടാണ് അവൾ അവനെ റിജക്ട് ചെയ്തുകൊണ്ടേയിരുന്നത് എന്നുള്ള കാര്യം ദാവൂദിന്റെ മകൾ പറഞ്ഞത് അനിത പറയും. അതെല്ലാം കേട്ട് എന്തായിരിക്കാം തന്റെ മകൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ദാവൂദ്. എന്നാൽ മറ്റൊരു വശത്ത് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം തകൃതിയെ നടക്കുകയാണ്. എല്ലാ പാസഞ്ചേഴ്സിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ പോലീസ് ആ ഒരു രേഖാചിത്രം വരച്ചെടുത്തല്ലോ. ആ ഒരു രേഖാചിത്രം ദാവൂദിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. രേഖാചിത്രവുമായി ഏകദേശം സാദൃശ്യമുള്ളവരെയൊക്കെ പോലീസ് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും. ഒടുവിൽ പോലീസ് കറങ്ങിത്തിരിഞ്ഞെത്തിയത് ദാവൂദിനടുത്ത് തന്നെയായിരുന്നു. 2 ഫോട്ടോയും പെർഫെക്റ്റ്. ഉടനെ തന്നെ ദാവൂദിനെ സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്ന സമയത്തൊന്നും താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ ഉറച്ചു നിൽക്കും. ഒരു വിധത്തിൽ പോലീസിനോട് സമ്മതിക്കുന്നതേയില്ല. അതേസമയം തന്നെ ദാവൂദിനടുത്തിരുന്ന ആ ഒരു വ്യക്തിയുണ്ടല്ലോ, അയാളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. മാത്രമല്ല ബസ്സിലുണ്ടായിരുന്ന മറ്റ് പാസഞ്ചേഴ്സിനെയും കൊണ്ടുവരും. എന്നിട്ട് ഇയാളാണോ അന്ന് ആ ബസ്സിൽ വെച്ച് ആ ഒരു ക്രൈം ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്തിരുന്ന ആൾ പറഞ്ഞത് അല്ല എന്നായിരുന്നു. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ ദാവൂദിന് അറിയാമായിരുന്നു എന്നാലും പോലീസ് തന്റെ അടുത്തേക്ക് എത്തുമെന്ന്. അതിനു മുൻപായിട്ട് ആ പാസഞ്ചേഴ്സിനെയും തന്റെ അടുത്തിരുന്ന ആ ഒരു വ്യക്തിയും ചെന്ന് കണ്ടിട്ട് പോലീസ് എന്തായാലും എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരും. ആ സമയത്ത് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് ചോദിക്കും. ആ സമയം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലുമെന്ന് ദാവൂദും കൂട്ടരും വിരട്ടിയിരുന്നു. അതുകൊണ്ടാണ് അവർ മാറ്റി പറഞ്ഞതും. അങ്ങനെ പോലീസിന് ദാവൂദാണ് പ്രതിയെന്ന് തെളിയിക്കാനായി പറ്റിയില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാവൂദിനെ ഒരുപാട് നേരമൊന്നും സ്റ്റേഷനിൽ ഇരുത്തുവാനായും പറ്റില്ല.
അതുകൊണ്ട് തന്നെ ദാവൂദിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ ദാവൂദ് അടുത്തതായി പോയത് ദാവൂദിന്റെ മകൾ താമസിച്ചിരുന്ന ആ ഒരു ഹോസ്റ്റലിലേക്കായിരുന്നു. അവിടെ ദാവൂദിന്റെ മകളുടെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. അവളുടെ ബാഗും സാധനങ്ങളും ഒക്കെ പരിശോധിക്കുകയും അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും കിട്ടുകയും ചെയ്തു. മൊബൈലിൽ ഗൂഗിളിൽ ലാസ്റ്റ് എന്താണ് സെർച്ച് ചെയ്തത് എന്ന് നോക്കിയ സമയത്ത് പ്രഗ്നൻസിയെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും സെർച്ച് ചെയ്തിരുന്നത്. അതേസമയം തന്നെ മകളുടെ ബാഗ് പരിശോധിക്കുന്ന സമയത്ത് ഒരു പ്രഗ്നൻസി കിറ്റും കിട്ടും. അത് നേരെ ദാവൂദ് അനിതയെ കാണിക്കും. അനിതയാണെങ്കിൽ ഒരു നഴ്സായിരുന്നു. അനിത പറയുന്നത്, അങ്കിൾ, ഇതാരോ അവളെ പറ്റിച്ചതാ. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രഗ്നൻസി കിറ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് ഫേക്ക് ആണ്. അത് കേട്ട് ദാവൂദ് അതെങ്ങനെ സംഭവിക്കും എന്നായിരുന്നു ചോദിച്ചതും. അപ്പോൾ അനിത പറയുന്നത്, പല പല കമ്പനികളും ക്വാളിറ്റി കുറഞ്ഞ പ്രഗ്നൻസി കിറ്റുകൾ ഇറക്കും. അവരുടെ എറർ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ ചിലപ്പോൾ എല്ലാം പോസിറ്റീവ് ആകണമെന്നൊന്നുമില്ല. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്താലാണല്ലോ ഇങ്ങനെയുള്ള പോസിറ്റീവ് ആണോ ഇല്ലയോ എന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനിത പറഞ്ഞു കൊടുക്കും. അങ്ങനെ അനിതയും കൊണ്ട് നേരെ ദാവൂദ് വന്നത് ഹോസ്റ്റലിന് അടുത്തായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലേക്കായിരുന്നു. ദാവൂദിന്റെ മകളെ ആരോ നല്ല രീതിയിൽ പറ്റിച്ചതാണെന്ന് രണ്ടുപേർക്ക് മനസ്സിലായി. മെഡിക്കൽ സ്റ്റോറിലെത്തിയ അവരാണെങ്കിലോ ദാവൂദിന്റെ മകൾ ഉപയോഗിച്ചു എന്ന് പറയുന്ന ആ പ്രഗ്നൻസി കിറ്റ് ഉണ്ടല്ലോ, അതിന്റെ അതേ ബ്രാൻഡിലുള്ള ഒരുപാട് പ്രഗ്നൻസി കിറ്റുകൾ വാങ്ങും. അത് ഫേക്ക് ആണെന്ന് അവർക്ക് ഓൾറെഡി അറിയാം. അത് ആരാണ് സപ്ലൈ ചെയ്യുന്നത് എന്ന് കണ്ടെത്തുവാനായും അവർ തീരുമാനിച്ചു. എന്നാൽ ദാവൂദ് തന്റെ മകൾ പഠിച്ചിരുന്ന ഹോസ്റ്റലിലുള്ള മറ്റൊരു കുട്ടി വഴി ഒരു കാര്യം കൂടി അറിയും. ഹോസ്റ്റലിൽ ഒരു വാർഡനുണ്ട്, സരള. അവരുടെ ഒരു ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിലേക്ക് വരുമായിരുന്നു. അയാളൊരു റൗഡിയാണ്. വന്നിട്ട് അവിടെയുള്ള പെൺകുട്ടികളെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കും. എന്നിട്ട് ആ പെൺകുട്ടികളെയൊക്കെ മറ്റു കാര്യങ്ങൾക്കായി കൊണ്ടുപോകും. അതിന് വഴങ്ങാത്ത പെൺകുട്ടികളെയൊക്കെ സരളയെ വെച്ച് എങ്ങനെയെങ്കിലും സംസാരിപ്പിച്ച് കൺവിൻസ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അവസാനമായി അവർ വന്ന സമയത്ത് ദാവൂദിന്റെ മകളുടെ അടുത്തേക്കാണ് പോയതും. എന്നാൽ അവളാണെങ്കിലും അതിന് വഴങ്ങി കൊടുക്കുവാനായും തയ്യാറായില്ല. ഉടനെ തന്നെ സരള അവളോട് സംസാരിക്കുവാനായി ചെന്നു. സരള എത്ര സംസാരിച്ചിട്ടും അവൾ വഴങ്ങി കൊടുത്തില്ല. ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് ദാവൂദ് കരുതിയത് ദാവൂദിന്റെ മകൾ പ്രഗ്നന്റ് ആകുവാനും അവൾക്ക് ഇങ്ങനെ ഒന്ന് സംഭവിക്കുവാനും കാരണം സരളയും കൂട്ടരുമാണെന്ന്. അവരെ കണ്ടെത്തുവാനായിട്ടും ദാവൂദ് തീരുമാനിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാൽ അന്ന് സരള ദാവൂദിന്റെ മകളെ കണ്ട് അവളെ കൺവിൻസ് ചെയ്യുവാനായി ശ്രമിച്ചല്ലോ. അവരെത്ര നോക്കിയിട്ടും അവൾ വഴങ്ങുന്നതേയില്ല. അവരുടെ പരിധിയിൽ വരില്ല എന്ന കാര്യം സരളയ്ക്ക് മനസ്സിലായി. സരള അതിന് പ്രതികാരം വീട്ടുവാനായിട്ട് ചെയ്തത് ദാവൂദിന്റെ മകൾ കഴിക്കുവാൻ വെച്ചിരുന്ന ആഹാരത്തിൽ ഒരു മരുന്ന് കലക്കി കൊടുത്തു. ആ ഒരു ആഹാരം കഴിച്ചതിൽ പിന്നെ അവൾക്ക് പീരീഡ്സ് ആകുന്നത് ലേറ്റായി തുടങ്ങി. പീരീഡ്സ് ആവാതെയായി. അവൾക്ക് ആകെ ടെൻഷൻ. അവൾ ഉടനെ തന്നെ അത് സരളയോട് വന്ന് പറയും. എന്നാൽ സരള പറയുന്നത്, അതോ നീ പ്രഗ്നന്റ് ആയിരിക്കാം, അതുകൊണ്ടാണ് നിനക്ക് പീരീഡ്സ് ആകാത്തതെന്ന്. അത് കേട്ട പെൺകുട്ടി ഒരുപാട് ടെൻഷൻ ആകുവാനായി തുടങ്ങി. സരള മനഃപൂർവ്വമാണ് അത് ചെയ്തതും. എന്നാൽ ആ പെൺകുട്ടി പറയുന്നത്, ഞാൻ ആരോടും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാ ഞാൻ പ്രഗ്നന്റ് ആകാൻ എന്നായിരുന്നു അവൾ പറഞ്ഞതും. അത് കേട്ട് സരള പറയും, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അടുത്തൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് നീ പ്രഗ്നൻസി കിറ്റ് വാങ്ങി ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്ക്, അപ്പോൾ അറിയാമല്ലോ എന്ന് പറയും. ദാവൂദിന്റെ മകൾ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി പ്രഗ്നൻസി കിറ്റ് വാങ്ങി പരിശോധിച്ചു നോക്കും. അപ്പോൾ അത് പോസിറ്റീവ് ആയിരുന്നു. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി പ്രഗ്നന്റ് അല്ലല്ലോ, സരള കൊടുത്ത പണിയല്ലേ അത്. സരളയ്ക്കും ഗ്യാങ്ങിനും കീഴിൽ അവൾ വഴങ്ങി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തതും. അവർ കരുതിയത് ഈ ഒരു കാര്യം അറിയുന്ന സമയത്ത് അവരുടെ പരിധിയിൽ വരുമെന്നാണ്. പക്ഷേ ദാവൂദിന്റെ മകൾ നേരെ ചെയ്തതെന്തെന്നാൽ ദാവൂദിനെ വിളിച്ചിട്ട് ഇനി തനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, താൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ട്രെയിൻ ചാടി ആത്മഹത്യ ചെയ്ത് കളഞ്ഞതും. അങ്ങനെ ദാവൂദും കൂട്ടരും ചേർന്ന് സരളയും ഗ്യാങ്ങിനെയും കണ്ടെത്തി. അവരെ ഒരുപാട് തല്ലും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമെല്ലാം അവർ വഴി ദാവൂദും കൂട്ടരും മനസ്സിലാക്കി. ഈ സരളയും ഗ്യാങ്ങും ഇതെല്ലാം ചെയ്യുന്നത് ഒരു റൗഡിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞില്ലേ. ഈ റൗഡിയെ സഹായിക്കുന്നതെല്ലാം ഒരു MLAയും ബിസിനസ്മാനുമായിരുന്നു. ഈ ബിസിനസ്മാനാണ് യഥാർത്ഥ വില്ലൻ. എന്തെന്നാൽ ആ ബിസിനസ്സുകാരനാണ് ഇത്തരത്തിലുള്ള പ്രഗ്നൻസി കിറ്റൊക്കെ ഇറക്കി നാട്ടുകാരെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുന്നതും. അതെല്ലാം ഇപ്പോൾ ദാവൂദിന് മനസ്സിലായില്ലേ. എങ്ങനെയെങ്കിലും ഇവർക്കെല്ലാം ശിക്ഷ വാങ്ങി കൊടുക്കണമെന്ന് ദാവൂദ് തീരുമാനിക്കും. ദാവൂദിന് സഹായത്തിനായിട്ട് അനിതയും ദർശന്റെ കൂട്ടുകാരനും ഒപ്പം തന്നെ നിൽക്കുകയാണല്ലോ. എല്ലാവരും ചേർന്ന് ഇതിൽ പറയുന്ന ആ ഒരു മെയിൻ ഗുണ്ടയെയും MLAയും ആ ഒരു ബിസിനസ്സുകാരനെയും ഒക്കെ കണ്ടെത്തും. MLAയ്ക്കും ഗുണ്ടയ്ക്കും ഒക്കെ പണി കൊടുക്കും. അവസാനമായി എത്തിയത് ആ ഒരു ബിസിനസ്സുകാരന്റെ അടുത്തേക്കായിരുന്നു. ബിസിനസ്സുകാരനെ അവിടെ ഒരുപാട് തല്ലും. അയാളുടെ താവളത്തിലെത്തുന്ന സമയത്താണ് മറ്റൊരു കാര്യവും ദാവൂദിന് മനസ്സിലാകുന്നത്. അവിടെ ഒരുപാട് പെൺകുട്ടികളെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്തിനെന്നാൽ ആ ബിസിനസ്സുകാരനും കൂട്ടരും ചേർന്ന് പെൺകുട്ടികളെയൊക്കെ വിദേശത്തേക്ക് കടത്തുന്നു. ദാവൂദും കൂട്ടരും പെൺകുട്ടികളെ എല്ലാം രക്ഷിക്കും. അവിടെ നിന്ന് പെൺകുട്ടികളെ തുറന്നുവിടും. പെൺകുട്ടികളെല്ലാം സന്തോഷത്തോടുകൂടി പുറത്തോട്ട് ഓടുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ദാവൂദ് ഒരു കാഴ്ച കാണുന്നു. എന്തെന്നാൽ ദാവൂദിന്റെ മകളും ഓടി വരികയാണ്. അവളെ കണ്ടതും ദാവൂദ് ഞെട്ടിപ്പോകും. മരിച്ചു എന്ന് കരുതുന്ന മകൾ തന്റെ അടുത്തേക്ക് ഓടി വരുന്നു. അവളെ കെട്ടിപ്പിടിച്ച് ദാവൂദ് കരയും.
യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്. താൻ പ്രഗ്നന്റ് ആണ് എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ഉടനെ തന്നെ റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്യുവാനായി തീരുമാനിച്ചിരുന്നു. ട്രെയിൻ വരുന്നതിന് മുൻപ് തന്നെ ഗുണ്ടയുടെ ആളുകൾ അവളെ അവിടെ നിന്ന് രക്ഷിക്കും. എന്നിട്ട് അവളെ കൊണ്ട് ദാവൂദിനെ ഫോൺ വിളിപ്പിക്കും. ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് അവരുടെ നിർബന്ധപ്രകാരം അവൾ ദാവൂദിനോട് പറഞ്ഞു. എന്നിട്ടവർ അവളെ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. എന്താണ് അവരുടെ ഉദ്ദേശമെന്നാൽ ദാവൂദിന് മുന്നിൽ തന്റെ മകൾ മരിച്ചു എന്ന് വരുത്തി തീർക്കുക. അതിനായിട്ട് അവരുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടു. ട്രെയിൻ കയറി അരഞ്ഞ അവസ്ഥയിലാണ് അവർ ആ ഡെഡ് ബോഡി കണ്ടെത്തിയതും. എന്നിട്ട് വിശ്വസിക്കുവാൻ വേണ്ടിയിട്ട് ദാവൂദിന്റെ മകളുടെ ആഭരണങ്ങളും ആ ഒരു ഡെഡ് ബോഡിയിൽ കൊണ്ടുവന്നിട്ടു. മോർച്ചറിയിൽ നിന്നും ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് അവർക്ക് ആ ഡെഡ് ബോഡി കിട്ടിയതും. അപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും കരുതും തങ്ങളുടെ മകൾ മരിച്ചുപോയി എന്ന്. ആ ഒരു തക്കത്തിൽ ദാവൂദിന്റെ മകളെ വിദേശത്തേക്ക് കടത്താനായിട്ടാണ് അവർ തീരുമാനിച്ചതും. അവിടെയുണ്ടായിരുന്ന മിക്ക പെൺകുട്ടികളെയും അങ്ങനെ പ്ലാൻ ചെയ്താണ് അവർ കടത്തുന്നതും. അതെല്ലാം ഇപ്പോൾ ദാവൂദിന് മനസ്സിലായി. അതേസമയം തന്നെ പോലീസിനെ വിവരം അറിയിച്ചതിനാൽ പോലീസും ഗ്യാങ്ങും അവിടെ എത്തുകയാണ്. ആ ഒരു ബിസിനസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യും. ദാവൂദിനാണെങ്കിലോ സന്തോഷവും സമാധാനവുമായി. കാരണം മരിച്ചു എന്ന് കരുതിയ മകൾ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. അവിടെ നിന്ന് ദാവൂദ് തന്റെ മകളെയും കൊണ്ട് പോവുകയാണ്. അതേസമയം തന്നെ ദാവൂദിന്റെ മകൾ ദർശന് നന്ദി പറയുന്ന വിധം അവന്റെ കയ്യിൽ പിടിക്കും. കാരണം അവളെ രക്ഷപ്പെടുത്തുന്നതിലൊക്കെ തന്റെ അച്ഛനൊപ്പം നിന്നത് അവനാണല്ലോ. ഇത്രയും നാൾ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. ഇനി എന്തായാലും തന്റെ മകൾക്ക് സംഭവിച്ചത് കണ്ടെത്തിയതിനു ശേഷം മരിക്കാമെന്നാണല്ലോ ദാവൂദ് നിലയും കരുതിയിരുന്നത്. എന്നാൽ അവരുടെ മുന്നിലേക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷ, ഒരു വെളിച്ചം കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ മകൾ തന്നെ. അങ്ങനെ ദാവൂദും മകളും നിളയുമൊക്കെ സന്തോഷമായി ജീവിതം ആരംഭിക്കുന്നെന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.